Okay, so ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സാംസങ്ങിൻ്റെ പുത്തൻ ഫോണായ സാംസങ് ഗാലക്സി A52s 5Gൻ്റെ അൺബോക്സിംഗ് പിന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് കാണാൻ പോകുന്നത്. എനിക്കറിയാം ഇത് വൈകി പോയിട്ടുണ്ട്, കാരണം ഒരുപാട് പേര് മിക്ക എല്ലാ യൂട്യൂബേഴ്സും ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന യൂണിറ്റിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, സോ അത് എക്സ്ചേഞ്ച് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് ഈ വീഡിയോ വൈകുന്നത്. എനിവേ, നല്ല ഇൻട്രസ്റ്റിംഗ് ഫോണാണ് സാംസങ് ഗാലക്സി A52s 5G. നമുക്ക് നോക്കാം എന്തൊക്കെ സ്പെസിഫിക്കേഷൻസും എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സാംസങ് A52s 5G ഫോണിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നോർമൽ സാംസങ് ഫോൺസിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ, പിന്നെ സിം ഇജക്ടർ പിൻ. സോ ഇതാണ് സാംസങ് ഗാലക്സി A52s 5G ഫോൺ. നമ്മുടെ കയ്യിലുള്ള കളർ വേരിയൻ്റ് ആണ് ഓസം വൈറ്റ്. ഇനി 2 കളർ വേരിയൻസ് ഉണ്ട്, ഓസം ബ്ലാക്ക് ആൻഡ് ഓസം പർപ്പിൾ. നല്ലൊരു ഹാൻഡി ഫോണാണ്. സോ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഫോണായിട്ടൊന്നും തോന്നുന്നില്ല. സോ നല്ലൊരു ഹാൻഡി ഫോൺ തന്നെയാണ്. ബാക്ക് പ്ലാസ്റ്റിക് ആണ്. ബാക്കി എല്ലാ കമ്പനികൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഗ്ലാസിൻ്റെ ബാക്ക് തരുന്നുണ്ട്, പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് ആണ്. സ്റ്റിൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. സോ ബാക്കി കമ്പനികൾക്ക് പ്ലാസ്റ്റിക് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗ് ഇടുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. സ്മൂത്ത് മാറ്റ് ഫിനിഷിലാണ് ഫോൺ വരുന്നത്. അതിനോടൊപ്പം തന്നെ ക്യാമറ മോഡ്യൂളും പിന്നെ ബാക്കും സെയിം കവറാണ്. നല്ല രീതിയിൽ അത് മർജ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല പ്രൊഫഷണൽ പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്, നോ ഡൗട്ട്. 189 ഗ്രാം ആണ് ഫോണിൻ്റെ വെയിറ്റ്. അതിനോടൊപ്പം തന്നെ ഫോൺ IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് റേറ്റിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വെള്ളം വീണാലും പ്രശ്നമൊന്നുമില്ല. സാംസങ് ഫോൺസിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും. ഇവിടെയും നല്ല പോപ്പിംഗ് കളേഴ്സും നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഡീപ്പ് ബ്ലാക്സ് ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. 800 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസ്, അതായത് ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ഈ ഫോൺ 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB ആൻഡ് 8GB 128GB LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം, ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്വാൾകോമിൻ്റെ ലേറ്റസ്റ്റ് 700 സീരീസ് ചിപ്സെറ്റ് ആയ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G 5G ചിപ്സെറ്റ് ആണ് ഇവിടെ വരുന്നത്. 6 നാനോമീറ്റർ ആണ് ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി. 2.4 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ് 778G. ശരിക്കും പറഞ്ഞാൽ 800 സീരീസ് ചിപ്സെറ്റിന് വെല്ലുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പവറാണ് ഈ ഒരു ചിപ്സെറ്റ് കാഴ്ചവെക്കുന്നത്. സ്പെഷ്യലി ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈവൻ ഡേ ടു ഡേ ലൈഫ്. സോ ഇതിൻ്റെ 120 Hz ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു ചിപ്സെറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജിറ്റേഴ്സും ലാഗ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ BGMI പ്ലെയർ ആണെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം, മാക്സിമം സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും. ബാക്കി സെറ്റിംഗ്സിൽ അൾട്രയാണ് മാക്സിമം. എന്തായാലും മിക്ക എല്ലാവരും സ്മൂത്ത് 60 FPS കളിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ കളിച്ച് നോക്കിയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ലാഗ്സും ഫ്രെയിം ഡ്രോപ്പ് ഒന്നുമില്ല. സോ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് A52s 5G. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. സോ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെ ഇതിനേക്കാളും ബെറ്റർ ഗെയിമിംഗ് ഫോൺസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ A52s 5G വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഈസിലി BGMI, ഫ്രീ ഫയർ, PES ഒക്കെ കളിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. ഈവൻ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ. ഏകദേശം 12 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 5Gൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്രൂഫ്, ഫ്യൂച്ചർ സേഫ് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A52s 5G. ഈ ഫോണിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 64+12+5+5. സോ 12ൻ്റെ അൾട്രാ വൈഡും വരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നോർമലി സാംസങ് ഫോൺസിൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ല സ്റ്റേബിൾ ആയിരിക്കും, നല്ല റിലയബിൾ ആയിരിക്കും. അതേ രീതിയിൽ ഇവിടെയും നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സാംസങ് ഫോൺസിൽ സ്കിൻ ടോൺസ് നല്ല ആക്യുറേറ്റ് ആണ് വരുന്നത്. ഇവിടെ നല്ല ആക്യുറേറ്റ് ആണ്. ഫോട്ടോസിലുള്ള കളേഴ്സ് ലേശം വൈബ്രൻ്റ് ആണെങ്കിലും ഐ പ്ലീസിങ് ആണ്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. എന്തായാലും ഞാൻ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. മാക്സിമം വീഡിയോ ക്വാളിറ്റി 4K 30 FPS ആണ്. 4K 60 FPS കൊടുക്കാമായിരുന്നു. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സാംസങ് ഫോൺസിൻ്റെ വീഡിയോ ഫോട്ടോ പെർഫോമൻസ് എപ്പോഴും നല്ലതാണ്. പക്ഷേ OISൻ്റെ ഫീച്ചർ വീഡിയോയിൽ വർക്കാവുന്നില്ല. വീഡിയോയിലുള്ള സ്റ്റെബിലൈസേഷൻ EIS ആണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് ആ ഒരു OISൻ്റെ ലെവലിലുള്ള ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇവിടെ കിട്ടുന്നില്ല.
ഓക്കെയാണ്, ഡീസൻറ്റ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 30 FPS എടുക്കാൻ പറ്റും. നല്ലൊരു സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്, നല്ല സ്കിൻ ടോൺസ് ആണ്, പോർട്രേറ്റ് മോഡൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇൻഡോർ സെൽഫി ആണെങ്കിലും ഔട്ട്ഡോർ ലോ ലൈറ്റ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നല്ല ഫോട്ടോസ് തരുന്നുണ്ട് ഈ ഒരു ഫോൺ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത് വിത്ത് One UI 3.1, കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലെജ്ഡ് One UI ആണ്. സോ നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന One UI എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ആ ഒരു സാംസങ് ഡെക്സിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ ഓപ്ഷൻസ് ഇവിടെയും വരുന്നുണ്ട്. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ ഉണ്ട്, ആ ഒരു സ്മാർട്ട് പാനൽ ഉണ്ടല്ലോ, നമ്മൾ റൈറ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന സ്മാർട്ട് പാനൽ, ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്സിൻ്റെ കംപ്ലീറ്റ് ഫുൾ സെക്യൂരിറ്റി വരുന്നുണ്ട്, സെക്യൂർ ഫോൾഡറുടെ ഓപ്ഷൻ ഉണ്ട്, NFC ഉള്ളതുകൊണ്ട് സാംസങ് പേയിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ആ ഒരു ക്വിക്ക് സ്വിച്ച് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ക്വിക്ക് സ്വിച്ചിൻ്റെ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഫീച്ചർ പാക്ഡ് ഫോണാണ് സാംസങ് ഗാലക്സി A52s 5G. പക്ഷേ അതേ സമയത്ത് ഒരു സാംസങ് ഫോൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഞാൻ ബ്ലോട്ട്വെയർസ് വേണ്ട എന്ന് സ്റ്റാർട്ടപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കുറേ ബ്ലോട്ട്വെയർസ് വന്നിട്ടുണ്ട്. നമുക്കത് എടുത്ത് കളയാം. സ്റ്റിൽ എന്തായാലും ബ്ലോട്ട്വെയർസ് ഉണ്ട്. സാംസങ് എന്ന ബ്രാൻഡ് അവരുടെ A സീരീസ് ഫോൺസിന് 3 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ആൻഡ്രോയിഡ് 11 ആണല്ലോ, ആൻഡ്രോയിഡ് 12, 13, 14 വരെ കിട്ടും എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു പോയിൻ്റാണ്. 4500 mAh അത്യാവശ്യം വലിപ്പമുള്ള ബാറ്ററി വരുന്നുണ്ട്. കൂടെ വരുന്ന ചാർജർ പക്ഷേ ലേശം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. 15 വാട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫാസ്റ്റ് ചാർജർ പോലുമല്ല, നോർമൽ ചാർജറാണ്. പക്ഷേ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മേടിക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗുഡ് ന്യൂസ് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി വരുന്ന ഒരു സ്റ്റീരിയോ സ്പീക്കർ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാത്തൊരു ഫീച്ചർ ഉണ്ട്, അതാണ് ഹെഡ്ഫോൺ ജാക്ക്. സോ നിങ്ങൾക്ക് ഈ വയർലെസ് TW സംഭവം ഇഷ്ടമല്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. കാരണം ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ നോർമൽ ഹെഡ്ഫോൺ ഇയർഫോൺസിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ A സീരീസ് ഫോൺ ആയതുകൊണ്ട് ഇവിടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ്, സെക്യൂർ ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അതേ രീതിയിൽ ഫേസ് അൺലോക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു LTE+ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതാണ് ബേസിക്കലി കാരിയർ അഗ്രിഗേഷൻ. ഡ്യുവൽ സ്റ്റാൻഡ് ബൈ 4G ആൻഡ് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. സോ സാംസങ്ങിൻ്റെ A52s 5G എന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഐ ആം ഹാപ്പി, ഞാൻ ഇംപ്രസ്ഡ് ആണ്. പ്രൈസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം, ഓക്കെ. പക്ഷേ പ്രൈസ് മാറ്റി വെക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ആ ഒരു ചാർജിങ് സ്പീഡിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 25 വാട്ടിൻ്റെ ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ 15 വാട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. A52ൽ 15 വാട്ട് ആയിരുന്നു. അതും ഓക്കെ അല്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടുതലാണ്, 30-ന് മേളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അറ്റ്ലീസ്റ്റ് 25 വാട്ടിൻ്റെ ചാർജറെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. എൻ്റെ ഒരു സജഷൻ ആയിരിക്കും, ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 30,000, അതായത് ഈ ഒരു ഫോൺ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളും. നല്ലൊരു ഡീലാണ്. സ്പെഷ്യലി സാംസങ്ങിൻ്റെ ഫോണാണ്, സാംസങ്ങിൻ്റെ മിക്ക എല്ലാ ഫീച്ചേഴ്സും ക്യാമറ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. 30,000 റുപ്പീസിൽ നല്ലൊരു ഡീലായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ Amazon.com നോക്കിയിരുന്നു കേട്ടോ. സോ എന്തൊരു ഫണ്ണി സംഭവം നടക്കുന്നുണ്ട്. വിത്ത് ഓഫറും വിത്തൗട്ട് ഓഫർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ വിത്ത് ഓഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ 35,999, 36,999 ആണ് കാണിക്കുന്നത്. വിത്തൗട്ട് ഓഫറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 31,499 31,999 സംഭവം കിട്ടുന്നുണ്ട് ഫോണൊക്കെ. സ്റ്റോക്ക് ഒന്നേ കാണിക്കുന്നുള്ളൂ. സോ എനിക്കറിയില്ല എത്ര ദിവസം അത് കാണുമെന്ന്. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. വേറെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് സാംസങ് ഗാലക്സി M52 5G വരാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. സോ അതിലും 120 ഹെർട്സിൻ്റെ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതിലും Qualcomm Snapdragon 778G ചിപ്സെറ്റ് വരുന്നുണ്ട്. ആ ഫോണും ഒരു 5G ഫോൺ ആയിരിക്കും. അതിലും 12 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. M52 5G ഇറങ്ങിയതിന് ശേഷം ഈ രണ്ട് ഫോൺസും കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരു ബൈയിങ് ഡിസിഷൻ എടുക്കുക. ഓക്കെ, അതായിരിക്കും എൻ്റെ സജഷൻ. ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.